സ്വാമി, മറ്റു മതസ്ഥർക്ക് ഈ പറയണ മന്ത്രജപവും ഇതൊക്കെ അങ്ങ് പ്രാബല്യത്തിലാവണമെന്നില്ല. അപ്പം അവർക്ക് എങ്ങനെ സ്വാമിയെ ഉപാസിക്കാനായിട്ട് സാധിക്കും? മറ്റ് മതസ്ഥരെ സംബന്ധിക്കുമ്പോൾ അവർ നടന്നിരുന്നൊരു ജപവും അല്ലെങ്കിൽ അവരുടെ രീതികളും കാര്യങ്ങളൊക്കെ അതവരെ കൊണ്ട് നടക്കുക. അതിൻ്റെ ഒപ്പം തന്നെ സ്വാമിയുടെ മന്ത്രജപം കൊണ്ട് നടന്നിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ അവർക്ക് മാറ്റം വരും. അവരുദ്ദേശിച്ച കാര്യങ്ങളും നടക്കും. അങ്ങനെ അനുഭവമുള്ള ഇഷ്ടംമാരി വരെ എൻ്റെ അടുത്ത് തന്നെ ഉണ്ട്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും ശക്തിയോടുകൂടി തന്നെ അവർ ജപിക്കുമ്പോൾ അവർക്ക് അതിൻ്റേതായ മാറ്റങ്ങൾ വരും. ഇത് ഏറ്റവും വലുത് നമ്മുടെ മനസ്സാണ്. ആ മനസ്സിൽ കളങ്കമില്ലാതെ സ്വാമിനെ വിളിച്ചു കഴിഞ്ഞിട്ട് സ്വാമി എടുത്തും എന്ത് കാര്യത്തിനാണെങ്കിൽ സ്വാമി വരും. സ്വാമി കൂടുവന്ന് കാര്യങ്ങളൊക്കെ നടത്തി തരുന്ന ഇഷ്ടംമാരി വരുന്നുണ്ട്. ഈ ചോദ്യത്തിൽ ആദ്യത്തെ ഉത്തരവാദിത്തമാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് സ്വാമിയുടെ കാര്യങ്ങൾ ചെയ്യാം. യഥാശക്തി ചെയ്യുന്ന കർമ്മങ്ങളും പൂജാതി വിധി അതിനനുസരിച്ചുള്ള മന്ത്രങ്ങൾ തരുമ്പോൾ ആ മന്ത്രവും കാര്യങ്ങളും സ്വാമിനെ വിചാരിച്ച് മര്യാദയ്ക്ക് ജപിച്ച് കൃത്യമായിട്ട് കൊണ്ടു നടക്കുന്ന എന്തോരം പേര് നടക്കുന്നു. അവർക്ക് എല്ലാവർക്കും നല്ല മാറ്റമുണ്ട്. അതിലൊന്നും വലിയ കുഴപ്പവും കാര്യങ്ങളുമില്ല. പിന്നെ രണ്ട് മനസ്സായി നിൽക്കുന്ന ആൾക്കാർ വരുമോ, സ്വാമി വരുമോ ഇല്ലയോ എന്നുള്ള സംശയത്തോട് കൊണ്ട് നടക്കുന്നവർക്ക് ഒരു കാലത്തും സ്വാമി വരില്ല. ആ സംശയമാണ് അവരുടെ ഏറ്റവും വലിയ ശാപം. നമ്മൾ മനസ്സറിഞ്ഞ് സ്വാമിനെ വിളിച്ചു നോക്കി എന്ത് കാര്യവും നടത്തി തരും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ന്യായമായിട്ടുള്ള കാര്യമാണെന്നുണ്ടെങ്കിൽ അവിടെ സ്വാമി ഉണ്ട്. ആ സ്വാമി കാര്യങ്ങളൊക്കെ നടത്തി തന്ന് എല്ലാവരെയും കാര്യങ്ങളും നടത്തി തരുമെന്ന് എനിക്ക് 100% ഉറപ്പാണ്. അതേമാതിരി തന്നെ എന്തോരം പേര് തന്നെ കുട്ടികളില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണ് കുറേ പ്രശ്നങ്ങൾ, സാമ്പത്തിക പ്രശ്നം കാര്യങ്ങളൊക്കെ പറഞ്ഞ് വന്നവരുണ്ട്. പക്ഷേ നമ്മളതിലൊന്നുമില്ല. അതിൻ്റെയൊക്കെ ഏറ്റവും വലിയ അധിപതിയായിട്ട് നമ്മളെന്നും കാണുന്നത് ശ്രീവിഷ്ണുവായ കരിങ്കുട്ടി സ്വാമിനെയാണ്. അവരെ കൊണ്ട് കഴിയാത്ത എന്തോ ഉള്ളൂ ഈ ലോകത്ത്. ജനനം മരണം ഒഴിച്ച് ബാക്കി എന്ത് കാര്യത്തിനും അവരുടെ അനുഗ്രഹം ഉണ്ടാവും. ആ സ്വാമി ഉണ്ടെങ്കിൽ പിന്നെ എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും നടക്കും. ആ സ്വാമിയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ. ഓം ശ്രീ വിഷ്ണുവായ നമഃ.